മാസാവസാനം പോക്കറ്റ് കാലിയാകുന്ന പ്രശ്നമുള്ളവരാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ കിട്ടിയ പണം സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഹലാലായ മാർഗത്തിൽ സേവിങ്സ് വർദ്ധിപ്പിക്കാനുള്ള ഈ 5 മാർഗങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, സാലറി വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓരോ വർഷവും നമ്മുടെ എക്സ്പെൻസിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല എങ്കിൽ അത് നമ്മുടെ സേവിങ്സിനെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാവുന്ന പലരും ഉണ്ടാവും, ഒരേ കമ്പനിയിൽ ഒരുപാട് വർഷമായിട്ട് ഒരേ സാലറി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും എന്തല്ല, ഒരു നല്ല പ്രവണതയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സാലറി വർദ്ധിപ്പിച്ച് കിട്ടാനായിട്ട് എംപ്ലോയറോട് അല്ലെങ്കിൽ കമ്പനിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വെറുതെ റിക്വസ്റ്റ് ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ പ്രൊമോഷൻ അല്ലെങ്കിൽ സാലറി ഹൈക്ക് അർഹിക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമ്മളുടേതാണ്. അതിന് സ്വയം അപ്സ്കിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. ഈ നിലവിലെ കമ്പനിയിൽ സാലറി വർദ്ധിപ്പിച്ച് കിട്ടുന്നതിനും പ്രൊമോഷനും സാധ്യതയില്ല എങ്കിൽ മറ്റു കമ്പനികളിൽ മികച്ച അവസരം തേടാൻ മടിക്കരുത്. കാരണം കമ്പനിയുടെ കാര്യം കമ്പനി നോക്കിക്കോളും, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. രണ്ടാമത്തെ പോയിന്റ്, സോഴ്സ് ഓഫ് ഇൻകം മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സമ്പന്നരായ ആളുകൾക്ക് 7 തരം സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു 2-3 എങ്കിലും ഉണ്ടാക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. നാട്ടിൽ നമുക്കറിയുന്ന ഏതെങ്കിലും ബിസിനസ്സിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെന്റ് കിട്ടുന്ന റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത്തരം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സോഴ്സ് ഓഫ് ഇൻകം അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഒന്ന് റെന്റ്, മറ്റൊന്ന് ക്യാപിറ്റൽ ഗെയിൻ. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹലാലായ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിന്റ്, EMI അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം ഇൻട്രസ്റ്റുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ ബറക്ക ഇഫക്റ്റ് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇതിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ EMIയുടെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സേവിങ്സ് കുറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പലിശയും കൂടെ കൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെയും അത് കുറയും. മൂന്നാമത്തെ ഇതിന്റെ ഒരു പ്രശ്നം, സാധാരണഗതിയിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത പല എക്സ്പെൻസുകളും അഫോർഡബിൾ ആയി തോന്നുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ അതേ മൊബൈൽ മാസം 10,000 രൂപ വെച്ച് അടച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പലർക്കും അത് അഫോർഡബിൾ ആകും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ പല എക്സ്പെൻസുകളും വരുത്തി വെക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ സേവിങ്സ് വർദ്ധിപ്പിക്കാനുള്ള നാലാമത്തെ പോയിന്റ്, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഒഴിവാക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വരുമാനം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ വരുമാനം എത്രയാണോ കൂടുന്നത് അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചെലവാക്കുക എന്നുള്ളത് ഗുരുതരമായ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടേണ്ടത് എക്സ്പെൻസ് അല്ല, സേവിങ്സ് ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, അനാവശ്യമായ എക്സ്പെൻസുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഉപയോഗിക്കാതെ കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇമ്പൾസീവ് ബൈയിങ്, ഒരു സാധനം കാണുമ്പോൾ തന്നെ അത് ഇഷ്ടപ്പെടുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ള ശീലം. ഇത്തരം അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സേവിങ്സിന്റെ ലീക്കാണ്. ഈ ലീക്ക് അടക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര അതിലേക്ക് ഇട്ടിട്ടും കാര്യമില്ല, അത് അങ്ങനെ ലീക്കായി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലീക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അടക്കുക, അതിനുശേഷം അതിലേക്ക് ഇട്ടാൽ അത് അവിടെ സേവ് ആയിട്ട് കിടന്നോളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ കഴിയും. That's all for now. This is Salim signing off. Barakah in your wealth, peace in your hearts.